ഡോക്ടർ എസ് അഭിലാഷിലേക്കാണ്. അദ്ദേഹം കാലാവസ്ഥാ വിദഗ്ധനാണ്. ഡോക്ടർ എസ് അഭിലാഷ്, ഇപ്പോൾ കാലാവസ്ഥ മറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഈ പ്രളയ സാഹചര്യം എന്നുള്ള 2018 ശേഷം അത്ര വലിയ തോതിലല്ല എങ്കിലും എല്ലാ വർഷവും അത് സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ നമ്മുടെ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ, കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ, അത് കൃത്യമായി ആ സംവിധാനം പ്രവർത്തിക്കുന്നില്ല എന്ന് വേണ്ടേ കരുതാൻ? ഇപ്പോൾ ഈ അലേർട്ടുകളുടെ കാര്യത്തിൽ പറഞ്ഞു, സർക്കാരിനല്ല ഈ അലേർട്ടുകൾ നൽകാനുള്ള ഉത്തരവാദിത്തം എന്ന് പറയുമ്പോഴും ഉത്തരവാദിത്തമുള്ള ഒരു സംവിധാനം ഉണ്ടല്ലോ, ആ സംവിധാനം ശരിക്കും പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. തീർച്ചയായിട്ടും. കാരണം ഇന്നിപ്പം അഖിൽ ശ്രീവാസ എന്ന് പറയുന്ന ഒരു കേന്ദ്ര ഗവൺമെന്റിന്റെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഒരു ഉദ്യോഗസ്ഥന്റെ ഒരു കമന്റ് വന്നിട്ടുണ്ട്. വേണ്ട മുന്നറിയിപ്പുകളും നൽകിയിട്ടുണ്ടെന്നുള്ളതാണ്. തിരുവനന്തപുരം കാലാവസ്ഥാ കേന്ദ്രത്തിൽ അന്വേഷിച്ചാൽ അത് മനസ്സിലാവും. ഒരുപക്ഷെ ഡോക്ടർ ശേഖർ കുര്യാക്കോസും അത് രാവിലെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, വേണ്ട മുന്നറിയിപ്പുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നുണ്ട്. അപ്പൊ ഞാൻ ഒരു കാര്യം മാത്രം സൂചിപ്പിക്കാം. കാരണം ഇപ്പം നമ്മള് ഈ ഒരു മേഖലയിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ആളാണ് ശേഖർ കുര്യാക്കോസ്. അപ്പം അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇപ്പം നമ്മള് കഴിഞ്ഞ 2024 മേപ്പാടി ദുരന്തം നടന്നപ്പോഴും ഓറഞ്ച് അലർട്ട് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ 2020 പെട്ടിമ്പി ദുരന്തം നടന്നപ്പോഴും ഓറഞ്ച് അലർട്ട് ഉണ്ടായിരുന്നു. 2021 കുട്ടികൾ കൊക്കയാറ് ദുരന്തം നടന്നപ്പോഴും ഓറഞ്ച് അലർട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഓറഞ്ച് അലർട്ടിൽ തന്നെ, കാരണം ഒരു മഴയുടെ സ്കെയിലിൽ 11 സെന്റിമീറ്റർ മുതൽ 20 സെന്റിമീറ്റർ അല്ലെങ്കിൽ 200 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കാനുള്ള സാഹചര്യമാണ് ഓറഞ്ച് അലർട്ട്. പിന്നെ കളർ സ്കെയിലിൽ ഓറഞ്ച് അലർട്ട് കൊടുക്കുമ്പം ബി പ്രിപ്പയർഡ്, മേക്ക് ഇവാക്യുവേഷൻ പ്ലാൻ റെഡി, മേക്ക് പീപ്പിൾ ടു ബി അലേർട്ടഡ്. എന്നിട്ട് റെഡ് അലർട്ട് വരുമ്പോഴാണ് ഇവാക്യുവേഷൻ ആക്ഷൻ ഇമ്പോസ് ചെയ്യുന്നത്. അപ്പോൾ ഓറഞ്ച് അലർട്ട് വരുമ്പോൾ തന്നെ നമ്മൾ ഒരു റെഡ് അലർട്ടിന് തുല്യമായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ആവശ്യമാണ്. അപ്പൊ അങ്ങനെ ഒരു പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എനിക്കറിഞ്ഞൂടെ അവിൻ വർക്കിയും അല്ലെങ്കിൽ പഴകുളം മധുവും ഒക്കെയാണ് ആൻസർ ചെയ്യുന്നത്. കാരണം ഓറഞ്ച് അലർട്ട് വരുമ്പോൾ ഒരു ഇവാക്യുവേഷൻ പ്ലാൻ ടു ബി പ്രിപ്പയർഡ് ആൻഡ് ബി റെഡി, അതിനനുസരിച്ചാണ് റെഡ് അലർട്ട്. കാരണം ഈ റെഡ് അലർട്ട് ശേഖരം പറയാം, ഒരു 3 മണിക്കൂർ ഇടവിട്ടാണ് ഈ അലർട്ടുകൾ അപ്ഡേറ്റ് ചെയ്യുന്നത്. ഓറഞ്ച് അലർട്ടിൽ ഈ പ്ലാൻ റെഡിയാക്കി വെക്കുമ്പോൾ 3 hours in advance റെഡ് അലർട്ട് വരുമ്പോൾ ആ ഇവാക്യുവേഷൻ പ്ലാൻ എന്താണ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇങ്ങനെയാണ് ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഒരു അലേർട്ട് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അതായത് ഒരു റെയിൻഫോൾ ഫോർകാസ്റ്റ് വരുമ്പോൾ 200 സെന്റിമീറ്റർ അല്ലെങ്കിൽ 200 മില്ലിമീറ്ററിന് അടുത്ത് വരെ മഴ ലഭിക്കാനുള്ള സാഹചര്യം പ്രെഡിക്റ്റ് ചെയ്യുന്നു. ആ സമയത്ത് ഒരു പ്ലാൻ നമുക്ക് ഉണ്ടാവണം. എന്താണ് പ്ലാൻ ഉണ്ടായിരുന്നത്, അതിനനുസരിച്ച് റെഡ് അലർട്ട് വരുമ്പോൾ ആക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാറുള്ളത്. അപ്പൊ അങ്ങനെയാണ് ഈ കഴിഞ്ഞ 10 വർഷം അല്ലെങ്കിൽ ആ ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് SOP ഒക്കെ നോക്കി കഴിഞ്ഞാൽ ആ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പം അത്തരത്തിലൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ റെഡ് അലർട്ട് 3 മണിക്കൂർ മുന്നേ നൗകാസ്റ്റിംഗ് റേഞ്ചിൽ റെഡ് അലർട്ടും പ്രഖ്യാപിച്ചതാണ്. അപ്പം നമ്മളിത് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഈ കാലാവസ്ഥാ നിരീക്ഷണം അല്ലെങ്കിൽ പ്രെഡിക്ഷന്റെ മാത്രം പ്രശ്നമാണ് എന്നുള്ളതാണ് ഇവിടെ ഒന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. കാരണം ഓരോ ഇവന്റ് കഴിയുമ്പോഴും ഓക്കെ കഴിയുമ്പോൾ പ്രെഡിക്ഷൻ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു. നമ്മളെ 2018 ഫ്ലഡില് പ്രെഡിക്ഷൻ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു. 2020 പെട്ടുപിടി ദുരന്തത്തിൽ ഇല്ല. 2024 മേപ്പാടി ദുരന്തത്തിലും ഓറഞ്ച് അലർട്ടായിരുന്നു. അപ്പം കേരളത്തെ സംബന്ധിച്ച് ഓറഞ്ച് അലർട്ട് പോലും ഒരു റെഡ് അലർട്ടിന് തുല്യമായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻസ് ആവശ്യമാണെന്ന് നമ്മുടെ പിൻകാല എക്സ്പീരിയൻസ് നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു ആക്ഷൻ പ്ലാൻ ആയിരുന്നു നമുക്ക് വേണ്ടിയിരുന്നത്. എന്തായാലും അത് സംഭവിച്ചില്ല. തന്നെ മഴയുടെ ഭാഗത്തുനിന്നും വലിയ ആനുകൂല്യം ഉണ്ടായി. ഒരു രാത്രി 9 മണിക്ക് തുടങ്ങിയ മഴ രാവിലെ 8 മണിക്ക് നിന്നു. അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ലാതെ കടന്നുപോയി. ഒരുപക്ഷെ ഈ ഒരു ആക്റ്റീവ് സ്പെല്ല്, അതായത് ഈ മൺസൂൺ കാലത്ത് 36% മഴക്കുറവാണ് ഈ ഒരു സ്പെല്ല് വരുന്നതിന് മുമ്പ്. അപ്പൊ യഥാർത്ഥത്തിൽ ഈ വർഷം മൺസൂൺ അതിന്റെ ആക്റ്റീവ് സജീവ കാലഘട്ടത്തിലേക്ക് കയറിയ ഒരേ ഒരു ദിവസമാണ്. അപ്പൊ ഒരു ദിവസം തന്നെ ഏകദേശം 200 മില്ലിമീറ്ററിന് മുകളിലുള്ള മഴയാണ് ഈ മേഖലയിൽ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കിയിൽ രേഖപ്പെടുത്തിയത്. അതുപോലും നമുക്ക് താങ്ങാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3-4 ദിവസം നീണ്ടു നിൽക്കുന്ന മഴ എങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്യും? അപ്പൊ അതിനൊരു പ്ലാൻ നമുക്ക് വേണ്ടേ? അപ്പൊ അത്തരത്തിലുള്ള നമ്മുടെ ഈ ചർച്ച പ്രവചനത്തെ കുറിച്ച് ഒതുക്കി മാറ്റി നിർത്തിപ്പോയത്, അങ്ങനെയുള്ള സിറ്റുവേഷൻ ഒരു 3-4 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് മഴ വരുന്ന സിറ്റുവേഷൻ ഉണ്ടായാൽ വാട്ട് ഈസ് ഔട്ട് പ്രിപ്പറേഷൻ അല്ലെങ്കിൽ പ്രിപ്പയർനെസ് എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഡിബേറ്റ്
with Smriti Parathikkad.